ഹലോ ഗൈസ്, എല്ലാ മാന്യ പ്രേക്ഷകർക്കും കുറേ നാളുകൾക്ക് ശേഷം എൻ്റെ ഈസ്റ്റർ വ്ളോഗിലേക്ക് സുസ്വാഗതം. വീഡിയോ എടുക്കണമെന്ന് ഒട്ടും പ്രതീക്ഷയല്ല. മമ്മി ഇങ്ങനെ പറഞ്ഞടാ വീഡിയോ എടുക്കടാന്ന്. അപ്പോൾ അങ്ങനെ അങ്ങ് പെട്ടെന്ന് അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചങ്ങ് എടുക്കും. ഒട്ടും പ്ലാൻ ചെയ്യാൻ എടുക്കുന്നൊരു വ്ളോഗാട്ടോ ഇത്. വ്ളോഗൊന്നും പറയാൻ പറ്റത്തില്ല, ചെറിയൊരു ക്ലിപ്പ്. നമ്മൾ രാവിലെ ബീഫൊക്കെ മേടിച്ചു, അപ്പമൊക്കെ ഉണ്ടാക്കി. അപ്പോൾ അതുകൊണ്ട് വിചാരിച്ച് വീഡിയോ എടുത്തേക്കാന്ന് വിചാരിച്ചങ്ങ് എടുക്കുന്ന ഒരു വ്ളോഗായിട്ടൊന്നും പ്ലാൻ ചെയ്ത് എടുക്കുന്ന സംഭവമല്ല. അപ്പം വളരെ ചെറിയൊരു വ്ളോഗാണ്. അപ്പോൾ എന്നിട്ട് രാവിലെ എല്ലാവരും റെഡിയായി. രാവിലെ അളിയനും പെങ്ങളോട് അവൾക്കൊരു ബ്ലഡ് ചെക്കപ്പ് ഉണ്ടായിരുന്നു. അപ്പം അവൾ ഹോസ്പിറ്റലിൽ പോയി. ഒരു 8-8:30 ആകുമ്പോൾ തിരിച്ചു വന്നു. അപ്പോൾ കുറച്ച് ലേറ്റായിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച്. അപ്പോൾ പോയിട്ട് വന്ന് നമ്മളെല്ലാം ഉണ്ടാക്കി സെറ്റാക്കി കഴിക്കാൻ വേണ്ടി ഇരുന്നു. നമ്മൾ സത്യം പറഞ്ഞ ആദ്യം നമ്മൾ ബീഫ് റോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച്. പിന്നെ വിചാരിച്ചെന്നാൽ നമുക്ക് കറിയാക്കാം. അപ്പോൾ അപ്പത്തിനോട് നമുക്ക് ഒഴിച്ച് കഴിക്കാമല്ലോ. അപ്പം അപ്പത്തിനോട് ഒഴിച്ച് കഴിക്കാൻ വേണ്ടി നമ്മൾ കറിയാക്കിയിട്ട് ബാക്കിയുള്ളത് നമുക്ക് വൈകിട്ടത്തേക്ക് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. ആ കറി നമുക്ക് റോസ്റ്റ് എടുത്താൽ മതിയല്ലോ വൈകിട്ടത്തേക്ക്. അപ്പം അങ്ങനെ പ്ലാനിങ്ങിൽ നമ്മൾ കറിയാക്കി. പക്ഷേ അച്ഛന് റോസ്റ്റ് ആക്കണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ നമ്മുടെ ബീഫിൻ്റെ ക്വാണ്ടിറ്റി കുറവായതുകൊണ്ട് നമ്മൾ വിചാരിച്ചെന്നാൽ കറിയാക്കിയിട്ട് പിന്നെ വൈകിട്ട് ബാക്കി വരുന്നത് നമുക്ക് റോസ്റ്റ് ആക്കി എടുക്കുക എന്നുള്ളൊരു മൈൻഡിൽ അങ്ങനെ ആക്കി. പിന്നെ അതിന് കഴിക്കാനിരുന്ന് അളി മാത്രമുള്ളായിരുന്നു ഗസ്റ്റായിട്ട്. പുറത്തൊന്നും ഗസ്റ്റായിട്ടല്ല, വീട്ടിലോട്ട് വന്നത്. ബാക്കിയെല്ലാം ലേറ്റായിട്ടാണ് വന്നത്. അപ്പോൾ അതൊന്നും എടുക്കാൻ പറ്റിയില്ല. കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഓർത്ത പെങ്ങള് അവള് മെഡിസിൻ കഴിച്ചില്ല. കഴിക്കുന്നതിന് മുമ്പ് ഒരു മെഡിസിൻ എടുക്കാണ്ടായിരുന്നു. പിന്നെ അവൾ ഇടയ്ക്ക് ഇറങ്ങിപ്പോയി മെഡിസിനൊക്കെ കഴിച്ച് വന്നിട്ട് പിന്നെ നമ്മൾ വ്ളോഗ് കണ്ടിന്യൂ ചെയ്ത്. ഞാൻ അധികം ഒന്നും കഴിച്ചത്, നമ്മൾ ഡയറ്റിലാണല്ലോ. ഈസ്റ്റർ ആയതുകൊണ്ട് രണ്ടപ്പവും കുറച്ച് ബീഫും എടുത്ത് അത് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഓട്സ് കാച്ചി കുടിച്ചു. അത് ഇൻസ്റ്റാഗ്രാമിൽ റീലായിട്ട് വരും. അപ്പം ഈസ്റ്റർ ദിവസത്തെ പണി അതായിരുന്നു. വലിയ കാര്യമായിട്ടുള്ള കാര്യമൊന്നുമല്ല. എല്ലാവരെയും വീട്ടിലിനെക്കാട്ടൊക്കെ വലിയ വലിയ സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കും. നമ്മൾ വളരെ വലിയ ആഘോഷങ്ങളൊന്നും ഇല്ലായിരുന്നു. ചെറുതായിട്ട് ഇച്ചിരി അപ്പം ഉണ്ടാക്കണം, ഇച്ചിരി ബീഫ് വെക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റായിരുന്നു. നമ്മൾ ആദ്യം അപ്പവും കടലൊക്കെ ഉണ്ടാക്കാൻ നിങ്ങൾ പ്ലാൻ ചെയ്തു. പിന്നെ ചാച്ചൻ്റെ നിർബന്ധമൊക്കെ ആണെന്ന് തോന്നുന്നു ബീഫ് വെച്ചു. ബീഫിനൊക്കെ എന്താ വില! ബീഫൊക്കെ മേടിക്കാൻ പോയി നിക്കറ് കീറുക, അതുപോലത്തെ വില ബീഫിനൊക്കെ. എന്നാലും 1-2 കിലോ ബീഫ് മേടിച്ചെന്ന് തോന്നും. നമുക്കത് മതി. ഒരു ദിവസം ഫുൾ ഓടാനുള്ള ബീഫ് കിട്ടി. അപ്പം അങ്ങനെ പോയി ഈസ്റ്റർ ദിവസം. പിന്നെ അത് മാത്രമല്ല, നമുക്ക് അപ്പുറത്ത് കുറച്ച് പണിയൊക്കെ ഉണ്ട്. നമ്മുടെ വീടിന് മുമ്പിലുള്ള വീട് നമ്മൾ മേടിച്ചായിരുന്നു, കുറേ സ്ഥലവും വീടും കൂടെ. അപ്പം അവിടെ കുറേ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നേരെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പോകണം. അവിടെ കുറേ ക്ലീൻ ആക്കലും പരിപാടിയൊക്കെ ഉണ്ട്. നമ്മൾ ആ വീട് വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം മടെല്ലാം ഒന്ന് വൃത്തിയാക്കി സെറ്റാക്കണം. വളരെ മൈൻഡ് സെറ്റിലിരിക്കുക. പെട്ടെന്ന് ഫുഡെല്ലാം കഴിച്ച് നമ്മൾ ഒരു ചായയൊക്കെ കുടിച്ചു. അതൊന്നും ഇല്ലാതെ കാണിക്കുന്നില്ല. പിന്നെന്താ വേറെ കാര്യങ്ങൾ? എല്ലാവരും ഈസ്റ്ററൊക്കെ അങ്ങനത്തെ സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നില്ല കേട്ടോ. ഞാൻ വളരെ ബിസിയൊന്നും അല്ല, എങ്കിലും വ്ളോഗ് ചെയ്യാൻ ഭയങ്കര മടിയാണ്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കര ഫോക്കസ്ഡ് ആണ്. ഇപ്പോൾ റീൽസ് ഇട്ടിട്ട് മരിക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈസ്റ്റർ വിഷസ്. എല്ലാവർക്കും, എല്ലാ സുഹൃത്തുക്കളും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഈസ്റ്റർ വിഷസ്. എല്ലാവരും ഞാൻ പറഞ്ഞു ബൈ പറ, ടാറ്റ പറ, നമുക്ക് വ്ളോഗ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം, നമുക്ക് കഴിക്കാമെന്ന് പറഞ്ഞ് എല്ലാവരും ടാറ്റ പറയുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ബൈ. See you in my next vlog. Until then, bye from Praveen and Praveen's family, of course. And see you in my next vlog. എപ്പോഴും പറയുന്നോട്ട് do what you love what you do. Bye. See you in next vlog. Bye guys.